കേരളത്തിൽ തന്നെ ധാരാളം തൊഴിൽ റിക്രൂട്ട്മെന്റ് ഏജൻസികളുണ്ട്, സ്വകാര്യ മേഖലയിലടക്കം. അങ്ങനെ സ്വകാര്യ മേഖലയിലടക്കമുള്ള ഏജൻസികൾ നിൽക്കുമ്പോൾ ഒഡേപെക്ക് എങ്ങനെ ആ സ്ഥാപനങ്ങളുമായി വേറിട്ട് നിൽക്കുന്നു? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഒഡേപെക്ക് എന്ന് പറയുന്ന ഒരു സർക്കാർ സ്ഥാപനമാണ്. സത്യത്തിൽ ഒഡേപെക്കിനെ കുറിച്ച് പൊതുജനങ്ങൾക്കുള്ള ഒരു അവയർനെസ് വളരെ കുറവാണ് എന്നുള്ളതാണ്. ഇപ്പോഴാണ് ഒഡേപെക്ക് എന്ന് പറയുന്ന സ്ഥാപനത്തെക്കുറിച്ച് കൂടുതൽ ആളുകൾ അറിഞ്ഞു വരുന്നത്. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഞങ്ങൾ UK ഏതാണ്ട് 468 ആളുകളെ, നഴ്സുമാരെ അയച്ചു. ആ നഴ്സുമാരിൽ നിന്ന് ₹1 പോലും, ഏതാണ്ട് 4 ലക്ഷത്തോളം രൂപ ഇന്ത്യൻ റുപ്പി സാലറി കിട്ടുന്ന ജോലിയാണ്. ₹1 പോലും അവരിൽ നിന്ന് വാങ്ങാതെ അവർക്ക് സൗജന്യമായി, ഇപ്പോൾ UK പോകണമെങ്കിൽ ഒന്നുകിൽ OET വേണം, IELTS വേണം. അപ്പോൾ OET അല്ലെങ്കിൽ IELTS എന്ന് പറയുന്ന ലാംഗ്വേജ് ട്രെയിനിങ് സൗജന്യമായി നൽകിയിട്ടാണ് ഇവരെയെല്ലാം അങ്ങോട്ട് അയച്ചത്. അപ്പോൾ ₹1 പോലും മുടക്കില്ലാതെ, ₹1 പോലും മുടക്കാതെയാണ് ഈ നഴ്സുമാർ അത്രയും വിദേശത്തേക്ക് പോകുന്നതെന്ന് ആലോചിക്കണം. ഇപ്പം ജർമ്മനിയിലേക്ക് 1500 പേരുടെ റിക്വയർമെൻറ്റാണ്. ഏതാണ്ട് 1000-ഓളം പേർ കേരളത്തിൽ ഇപ്പോൾ ജർമ്മൻ ഭാഷ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഒഡേപെക്കിന് കീഴിൽ. ഒരാൾക്കും ₹1 പോലും ചിലവില്ല. ഇപ്പം നമുക്കറിയാം, നേഴ്സുമാരെന്ന് പറയുന്നത് ഇപ്പോൾ പണമുള്ള ആളുകൾ അല്ലെങ്കിൽ സാമ്പത്തികമായി മെച്ചമുള്ള ആളുകൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഡോക്ടർമാരാകണം, എഞ്ചിനീയർമാരാകണം. ഇപ്പം നേഴ്സുമാരാകണമെന്ന് ആഗ്രഹിക്കുന്ന ജീവിതം കൈപ്പിടിയിലൊതുക്കാൻ, കുടുംബത്തെ നോക്കാൻ വേണ്ടി കടന്നു വരുന്ന ആളുകളാണ്. സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടും പ്രയാസമുള്ള മേഖലയിൽ നിന്നാണ് ഇത്രയും കാലം വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഈ പറയുന്ന ലാംഗ്വേജ് ട്രെയിനിങ് നടത്തണമെങ്കിൽ ഇപ്പോൾ ജർമ്മൻ ഭാഷ പഠിക്കാനായിട്ട് 2 ലക്ഷം രൂപയോളം സ്വകാര്യ ഏജൻസികൾ വാങ്ങുന്നുണ്ട്. ഏതാണ്ട് 56,000 രൂപ പരീക്ഷയ്ക്ക് മാത്രം വേണം. അത് സൗജന്യമായിട്ട് ഒഡേപെക്ക് ചെയ്തു കൊടുക്കുക. സൗജന്യമായി ചെയ്തു കൊടുക്കുന്നത് മാത്രമല്ല, അവർക്ക് പ്രതിമാസം ജോലി കളഞ്ഞിട്ടാണല്ലോ അവർ വരുന്നത്, 11,000 രൂപ സ്റ്റൈപ്പൻഡ് കൊടുക്കുന്നുണ്ട് ഈ ഗവൺമെൻറ്, അവരുടെ വീട് പട്ടിണിയാകാതിരിക്കാൻ. 15,000 രൂപയോളം വരുന്ന പുസ്തകം സൗജന്യമായി നൽകുന്നുണ്ട്. അവർക്ക് ടിക്കറ്റും വിസയും സൗജന്യമായി നൽകുന്നുണ്ട്. B2 പരീക്ഷ പാസ്സായാൽ ബാക്കി പേപ്പർ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി 3 മാസത്തിനകം അവർ ജർമ്മനിയിലേക്ക് പോകും. ഏതാണ്ട് 2,800-3,000 യൂറോ, ഏതാണ്ട് 3 ലക്ഷത്തോളം രൂപ അവർക്ക് ശമ്പളം കിട്ടുന്നുണ്ട്.